ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വീറ്റ് കളർഫുൾ വേൾഡ് എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വേസ്റ്റ് പേപ്പറും ഒരു ബട്ടർ പേപ്പറും ഉപയോഗിച്ച് മനോഹരമായൊരു വാൾ ഡെക്കറേഷൻ, ഇതുപോലൊരു വാൾ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. ആദ്യമായി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കണം. ചുരുട്ടിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിയിട്ടുണ്ടാകും. ലെവലായിട്ടുള്ള ആ പേപ്പർ ഒന്ന് ഒരു പുതിയ ടെക്സ്ചറിലേക്ക് മാറിയിട്ടുണ്ടാകും. അത് നമുക്ക് ഈ കാർഡ്ബോർഡ് പേപ്പറിൽ ഒട്ടിച്ചെടുത്ത ശേഷം അതിൽ ഒരു ഇമേജ് നമുക്ക് വരച്ചെടുക്കാം. ഇഷ്ടമുള്ള ഇമേജ് വരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഗണപതിയുടെ ഇമേജാണ് ഇതിൽ വരച്ചെടുക്കുന്നത്. അക്രിലിക് കളർ ഉപയോഗിക്കാം. ഇമേജ് ട്രേസ് ചെയ്തെടുത്ത് വരക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നോക്കിയും വരക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിൻ്റെ പേപ്പർ ഫ്രെയിം അതുണ്ടാക്കാം. ഇതുപോലെ വേസ്റ്റായ ന്യൂസ് പേപ്പർ എടുത്ത ശേഷം അത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ റോളാക്കി എടുക്കണം. ഇതുപോലെ റോളാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാം. ഇതുപോലെ കുറച്ച് റോള് മാറ്റി വെച്ച ശേഷം ഒരു 5-6 റോള് ഒന്നിച്ചെടുത്ത് ഒട്ടിക്കാം. ഫെവിക്കോളും വെള്ളവും ചേർന്ന മിക്സ് ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കൊരു കട്ടിയുള്ള പേപ്പറിലേക്കാണ് ഈ റോളുകളെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഒട്ടിച്ചെടുത്ത ശേഷം അത് നമുക്ക് മുറിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്ത ശേഷം നമുക്ക് ഓരോ പീസായി മുറിച്ചെടുക്കണം.
ഓരോ പീസായി മുറിച്ചെടുത്ത ശേഷം ഇതുപോലൊരു ഷേപ്പിലേക്ക് ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം. ഇതുപോലൊരു ഷേപ്പ്. വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലൊരു വീടിൻ്റെ ആകൃതിയുള്ള ഒരു ഷേപ്പിലേക്കാണ് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് മുഴുവനായി ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് ലേസുകൾ എടുത്ത് ഇതിന് മോടി കൂട്ടിയിട്ടുണ്ട്. ചെറിയ ഡെക്കറേഷൻ വർക്കുകൾ ഇതുപോലെ സൈഡിലും അടിയിലുമായി ചെറിയ ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഗണപതിയുടെ ഇമേജ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ തൂക്കിയിടാനായി ഒരു കയറും അതിലേക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പുതിയ ചാനലാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്.